ഗോകുൽ, ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയുടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ അലകും പിടിയും കൊണ്ടേ പോകുകയുള്ളോ? തീർച്ചയായും. അതായത് ബി.ജെ.പി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതായത് കൃഷ്ണകുമാർ വേഴ്സസ് നഗരസഭ എന്നുള്ള ഒരു നിലയിലേക്ക് പോവുകയാണ്. അതായത് നഗരസഭയെ പഴിചാരുന്നതിൽ നഗരസഭാ കൗൺസിലർമാർക്ക് അതിയായ വലിയ അതൃപ്തിയുണ്ട്. അതായത് നഗരസഭാ ഭാഗങ്ങളിൽ കൃഷ്ണകുമാറിന്റെ വോട്ടിൽ കാര്യമായി ഇടിവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഇടിവ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ള വാദം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നഗരസഭാ കൗൺസിലർമാർ കാണുന്നത്. നേരെ മറിച്ച് തന്റെ തോൽവിക്കുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നഗരസഭയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് കൃഷ്ണകുമാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. നാളെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പരസ്യ ചർച്ചയായി വരുമ്പോഴൊക്കെ തന്നെ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ചില കൗൺസിലർമാരായിട്ടൊക്കെ വളരെ കാര്യമായിട്ടുള്ള ചർച്ച നടക്കുന്നു, ഒരു ചാട്ടം ആ രീതിയിൽ ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു. അപ്പോൾ ആ പേരുകാരൊക്കെ നമുക്കറിയില്ല, അവരുടെയൊക്കെ മേലെയാണോ പരാജയഭാരം? മാത്രമല്ല, അന്ന് ഓർക്കുന്നുണ്ടോ, ഏതൊക്കെയോ മാധ്യമ പ്രവർത്തകർ ഓരോ കൗൺസിലർമാരോട് നിങ്ങൾ രാജിവെക്കുമെന്ന് ചില വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബി.ജെ.പി ശക്തമായിട്ടാണ് അതിനെതിരെ പ്രതികരിച്ചത്. നിങ്ങൾ രാജിവെക്കുന്നുണ്ടോ എന്ന് ഓരോ കൗൺസിലർമാരോട് പോയി ചോദിച്ചു എന്നൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു. ആ കൗൺസിലർമാരാണോ ഇപ്പോൾ ആരോട് വിധേയരായി നിൽക്കുന്നത്? അതായത് വോട്ട് കുറഞ്ഞ ഏതൊക്കെ ബൂത്തുകളിലാണോ, കൗൺസിലർമാർക്ക് ചുമതലയുള്ള ബൂത്തുകളിൽ ഏതൊക്കെ ബൂത്തുകളിലാണോ വോട്ട് കുറഞ്ഞത്, കാര്യമായ വോട്ട് കുറവ് വന്നിട്ടുള്ളത്, അവരോട് ആ കൗൺസിലർമാരോട് വിശദീകരണം ചോദിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 5 കൗൺസിലർമാരിലധികം പേരോട് വിശദീകരണം ചോദിക്കുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. പക്ഷെ അതൊരു പൂർണ്ണമായും ആ നമ്പർ പൂർണ്ണമായും കൺഫേം അല്ല. അതൊരു പക്ഷേ ഇന്ന് ആ പരിശോധന നടത്തി ഏതൊക്കെ ബൂത്തുകളിലാണോ വോട്ട് കുറഞ്ഞത്, ഏതൊക്കെ വാർഡുകളിലാണോ വോട്ട് കുറഞ്ഞത്, ആ കൗൺസിലർമാരോട് വിശദീകരണം ചോദിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാം, തനിക്കെതിരെയുള്ള ആ ആരോപണങ്ങളെയും അല്ലെങ്കിൽ ആക്രമണങ്ങളെ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ച് പ്രത്യാക്രമിക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഔദ്യോഗിക നേതൃത്വം പോകുന്നത്. പക്ഷേ അതിൽ കൗൺസിലർമാർക്ക് വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ പ്രമീള ശശിധരൻ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തുമെന്നുള്ള സൂചനകൾ നമുക്ക് വരുന്നുണ്ട്. നഗരസഭയിൽ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം അവർ ഉച്ചയോടുകൂടി ഒരുപക്ഷെ നടത്തിയേക്കും. ഇത് സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം, അതായത് ഏത് രീതിയിലായിരിക്കും ഇവരുടെ ഒരു പരസ്യ പ്രതികരണം എന്നുള്ളത് അനുസരിച്ചായിരിക്കും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. ഏതായാലും ഇത് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അസ്വാരസ്യങ്ങളുണ്ട്. അതിലൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് കാണാം. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു വലിയ കയ്യിലിരിക്കുന്ന 2 നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട്. അതിനി അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അത് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റിയുള്ള പ്രതീക്ഷ നേതൃത്വത്തിന് ഇപ്പോൾ നഷ്ടമാകുന്നുണ്ടായിരുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ ആ ചർച്ചകൾ ഇനിയിപ്പോ പ്രമീള ശശിധരൻ കാണുന്നത് ഇതൊക്കെ തെറ്റായ ആരോപണങ്ങളാണ്, വെറുതെ മുൾമുനയിൽ നിർത്തുകയാണ് എന്ന് പറയാനാണോ എന്നറിയില്ല. എന്തായാലും അധ്യക്ഷനാണല്ലോ കൂടുതൽ പറയാനിരിക്കുന്നത്. നമുക്ക്